ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ഈസ്റ്റർ. നിങ്ങൾക്കേവർക്കും സൺഡേ സിറ്റി സെൽമയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈസ്റ്റർ സ്പെഷ്യൽ മട്ടൻ ബിരിയാണി. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഇൻഗ്രീഡിയൻസ്: മട്ടൻ 1 കിലോഗ്രാം, ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് 2 ടേബിൾ സ്പൂൺസ്, പച്ചമുളക് 3 എണ്ണം, കറിവേപ്പില 3 തണ്ട്, സവോള കട്ട് ചെയ്തത് 3 കപ്പ്, വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് 2 ടേബിൾ സ്പൂൺസ്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മീറ്റ് മസാല 2 ടീസ്പൂൺസ്, ബിരിയാണി മസാല 1.5 ടേബിൾ സ്പൂൺസ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺസ്, വെളുത്തുള്ളിപ്പൊടി 1 ടീസ്പൂൺ, ഇഞ്ചിപ്പൊടി 1 ടീസ്പൂൺ, പുതിനയില ചെറുതായി കട്ട് ചെയ്തത് 1/2 കപ്പ്, മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് 1 കപ്പ്, നാരങ്ങ 1 എണ്ണം, ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തത് 1 കപ്പ്, നെയ്യ് 4 ടേബിൾ സ്പൂൺസ്, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്. ഫോർ റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം 20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്ത ബസ്മതി റൈസ് 4 കപ്പ്, വെള്ളം 4 ലിറ്റർ, നെയ്യ് 1 ടേബിൾ സ്പൂൺ. ഹോൾ സ്പൈസസ്: ഗ്രാമ്പൂ 8 എണ്ണം, ഏലക്ക 6 എണ്ണം, കുരുമുളക് 1/2 ടീസ്പൂൺ, സിന്നമൺ സ്റ്റിക്സ് 3 എണ്ണം, ബേ ലീവ്സ് 2 എണ്ണം. ഫോർ ഗാർണിഷിംഗ്: കാഷ്യൂ നട്ട്സ് 1 കപ്പ്, റൈസിൻസ് 1 കപ്പ്, സവോള തിന്നായി കട്ട് ചെയ്തത് 2 കപ്പ്, പൈനാപ്പിൾ 3 കപ്പ്. ആദ്യം തന്നെ ബിരിയാണിക്ക് വേണ്ട റൈസ് ഉണ്ടാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഒരു പാനിൽ 4 ലിറ്റർ വെള്ളം ഒഴിച്ച് സ്റ്റൗ ഓൺ ചെയ്ത് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ നെയ്യും എടുത്തു വച്ചിരിക്കുന്ന ഹോൾ സ്പൈസസും ഇട്ട് മിക്സ് ചെയ്ത് വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരിയിട്ട് വേവിച്ചെടുക്കുക. മുക്കാൽ വേവാകുമ്പോൾ അടുപ്പ് ഓഫ് ചെയ്ത് ഇത് ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കുക. അരി ഒത്തിരി വെന്ത് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് മട്ടൻ വേവിച്ചെടുക്കാം. ഇതിനു വേണ്ടി ഒരു കുക്കറിൽ എടുത്തു വച്ചിരിക്കുന്ന മട്ടൻ ഇഞ്ചി, പച്ചമുളക്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് 6 വിസിൽ കേൾക്കുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഇനി നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. കുക്കറിൻ്റെ പ്രഷർ മുഴുവൻ പോയി കഴിഞ്ഞ് തുറക്കാവൂ. ഇതിനു വേണ്ടി ഏകദേശം 15 മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങൾ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി തിന്നായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള കുറേശ്ശെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക.
ഇതിലോട്ട് ഒരു പിഞ്ച് ഷുഗർ ഇട്ട് കൊടുക്കുക. ഷുഗർ ഇട്ട് കൊടുക്കുന്നത് സവോള ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയാണ്. സവോള ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ കോരിയെടുക്കുക. ഇനി നമുക്കൊരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന റൈസിൻസും കാഷ്യൂ നട്ട്സും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കുക. നമുക്കിനി ഈ സെയിം പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് എടുത്തു വച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇട്ട് മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പ്രഷർ കുക്കർ തുറന്നു നോക്കാം. മീറ്റ് ഇപ്പോൾ നല്ലതുപോലെ സോഫ്റ്റായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീറ്റ് കൊണ്ട് മട്ടൻ മസാല ഉണ്ടാക്കാം. ഒരു പാത്രത്തിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് വഴറ്റുക. ഒന്ന് വഴന്നു കഴിയുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില എന്നിവയിട്ട് വഴറ്റിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്യുക. കുരുമുളക് പൊടി, മീറ്റ് മസാല, ബിരിയാണി മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളിപ്പൊടി, ഇഞ്ചിപ്പൊടി എന്നിവയിട്ട് വഴറ്റിയെടുക്കുക. സ്പൈസ് ലെവൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് നന്നായി സോഫ്റ്റ് ആവുന്നതുവരെ മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. ടൊമാറ്റോ നന്നായി വെന്ത് കഴിയുമ്പോൾ കുറച്ച് മല്ലിയിലയും പുതിന ഇലയും ഇട്ട് മിക്സ് ചെയ്യുക. ഇതിലോട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മീറ്റ് മാത്രം ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം 3 to 5 മിനിറ്റ്സോളം വഴറ്റുക. ഇതിന് ശേഷം മീറ്റ് വേവിച്ചതിൻ്റെ ഗ്രേവി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വച്ച് ഏകദേശം 10 മിനിറ്റോളം വേവിച്ചെടുക്കുക. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ മട്ടൻ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാം. ബിരിയാണി കുക്ക് ചെയ്യുന്ന പാത്രത്തിൽ നെയ്യ് പുരട്ടിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം കുറച്ച് റോസ് വാട്ടർ തളിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില
പുതിനയില, റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ, റൈസിൻസ്, കാഷ്യൂസ്, കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ മസാല, വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവോള എന്നിവയെല്ലാം കൂടി ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ലെയറായി ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ള റൈസ് ലെയറായി ഇടുക. ഇനി കുറച്ച് റോസ് വാട്ടർ തളിച്ചു കൊടുക്കുക. ഇതിലോട്ട് ബാക്കിയുള്ള മല്ലിയില, പുതിനയില, പൈനാപ്പിൾ, വറുത്ത് വച്ചിരിക്കുന്ന സവോള, റൈസിൻസ്, കാഷ്യൂസ് എന്നിവയെല്ലാം കൂടിയിട്ട് ഗാർണിഷ് ചെയ്യുക. ഇത് ടൈറ്റായിട്ട് അടച്ചതിന് ശേഷം 20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഈ ബിരിയാണി സാലഡ്, പപ്പടം, പിക്കിൾ എന്നിവയോടൊപ്പം ചൂടോടുകൂടി സെർവ് ചെയ്യുക. നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ ഹാപ്പി ഈസ്റ്റർ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.